മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ വെള്ളാപ്പള്ളി പണാപഹരണവും ഗൂഢാലോചനയും നടത്തിയതായി വിജിലൻസ്. ഒന്നിലധികം ഗ്രൂപ്പുകളുടെ പേരിൽ ഒരേ അംഗങ്ങളെ ഉപയോഗിച്ച് പണം തട്ടിയെടുത്തതായും എഫ്ഐആറിൽ പറയുന്നു. വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച പ്രഥമ വിവര റിപ്പോർട്ടിലാണ് വെള്ളാപ്പള്ളിക്കെതിരെ ഗുരുതര പരാമർശം ഉള്ളത്. പ്രഥമ ദൃഷ്ട്യാ തന്നെ മൈക്രോ ഫിനാൻസ് വായ്പാ തട്ടിപ്പിൽ ക്രമക്കേട് നടന്നതായി വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. കൃത്രിമമായി രേഖകൾ ചമച്ച് പിന്നാക്ക വികസന കോർപ്പറേഷനിൽ നിന്നും കോടികൾ തട്ടിയെടുക്കാൻ വെള്ളാപ്പള്ളി, കെ മഹേശൻ, ഡോക്ടർ MN സോമൻ എന്നിവർ ഗൂഢാലോചന നടത്തി. പിന്നാക്ക വികസന കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടർമാരായിരുന്ന M നജീബ്, ദിലീപ് കുമാർ എന്നിവർ ഇതിന് ഒത്താശ ചെയ്തു എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP R സതീഷ് കുമാർ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. കുറഞ്ഞ പലിശയ്ക്ക് SNDPക്ക് ലഭ്യമായ തുക കൂടിയ തുകയ്ക്ക് ശാഖകൾ വഴി വിതരണം ചെയ്തു. ലഭ്യമായ തുക SNDPയുടെ ശാഖകൾ കെട്ടിട നിർമ്മാണത്തിന് പോലും ഉപയോഗിച്ചു. 2004 നവംബർ 20 ലഭിച്ച 1 കോടി രൂപയുടെ വായ്പാ വിനിയോഗ ബില്ലിൽ വെള്ളാപ്പള്ളി കൃത്രിമം കാട്ടി. കോട്ടയം കുമാരനാശാൻ മെമ്മോറിയൽ സംഘത്തിനെന്ന പേരിൽ വിതരണം ചെയ്ത തുക കൈപ്പറ്റിയ അതേ അംഗങ്ങൾക്ക് തന്നെ ചേർത്തലയിലും മറ്റു ചില സ്ഥലത്തും തുക ലഭിച്ചിട്ടുണ്ട്. ഒരേ അംഗങ്ങളുടെ പേരിൽ പല ഗ്രൂപ്പുകൾ ഉണ്ടാക്കി വെള്ളാപ്പള്ളി പണം തട്ടിയെടുത്തു. SNDPയെ NGO എന്ന നിലയിൽ പരിഗണിക്കാൻ മതിയായ യോഗ്യതകളില്ലാതെ ഇരിക്കെ വീണ്ടും പണം അനുവദിച്ചത് വഴി ഉദ്യോഗസ്ഥരായ നജീബ്, ദിലീപ് കുമാർ എന്നിവർ കൃത്യവിലോപം കാട്ടി. പ്രതികൾക്കെതിരെ IPC 120B, 420, 468, 471, 34 ഒപ്പം അഴിമതി നിരോധന നിയമത്തിലെ 13(2), 13(1) എന്നിവയും ചുമത്തിയിട്ടുണ്ട്. വെള്ളാപ്പള്ളിക്കെതിരെ വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്ത വാർത്ത പീപ്പിൾ TVയാണ് റിപ്പോർട്ട് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. BJP നേതാവും മുൻ ക്രിക്കറ്റ് താരവുമായ നവജോത് സിംഗ് സിദ്ധു രാജ്യസഭാംഗത്വം രാജിവെച്ചു. സിദ്ധുവിന്റെ ഭാര്യ നവജോത് കൗർ പഞ്ചാബ് MLA സ്ഥാനവും ഉടൻ രാജിവെച്ചേക്കും. ഇരുവരും ആം ആദ്മി പാർട്ടിയിൽ ചേരുമെന്നാണ് സൂചന. നവജോത് സിംഗ് സിദ്ധു പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. തിരഞ്ഞെടുപ്പെടുത്ത പഞ്ചാബിൽ BJPക്ക് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ് നവജോത് സിംഗ് സിദ്ധുവിന്റെ രാജി. രാജ്യസഭാംഗത്വം രാജിവെച്ച സിദ്ധുവും പഞ്ചാബ് നിയമസഭാ സ്ഥാനം രാജിവെക്കാൻ ഒരുങ്ങുന്ന ഭാര്യ നവജോത് കൗറും ആം ആദ്മി പാർട്ടിയിൽ ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അരുൺ ജെയ്റ്റ്ലിക്ക് വേണ്ടി സ്വന്തം മണ്ഡലമായിരുന്ന അമൃത്സർ വിട്ടു നൽകിയ സിദ്ധുവിന് അടുത്തിടെയാണ് BJP രാജ്യസഭാംഗത്വം നൽകിയത്. 10 വർഷം തുടർച്ചയായി അമൃത്സറിൽ നിന്നും ലോക്സഭയിലെത്തിയ സിദ്ധു ജെയ്റ്റ്ലിക്ക് വേണ്ടി സീറ്റ് വിട്ടു നൽകേണ്ടി വന്നതു മുതൽ BJPയുമായി ചെറിയ അകൽച്ചയിലായിരുന്നു. BJPയുടെ പഞ്ചാബിലെ പ്രമുഖ മുഖമായ സിദ്ധു പാർട്ടി വിടുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പ് നേരിടാനൊരുങ്ങുന്ന BJPക്ക് കനത്ത ആഘാതമുണ്ടാക്കും. അടുത്ത വർഷം ആദ്യം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പഞ്ചാബിൽ സിദ്ധു ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇത് ശരിവെക്കുന്ന തരത്തിൽ പഞ്ചാബിൽ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെന്നാണ് സിദ്ധു രാജിക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിൽ നിന്നും 4 സീറ്റ് നേടിയ ആം ആദ്മി പാർട്ടി വലിയ ആത്മവിശ്വാസത്തോടെയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുന്നത്. M സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. BCCIക്ക് വൻ തിരിച്ചടി നൽകി ലോധ കമ്മിറ്റി റിപ്പോർട്ട് സുപ്രീം കോടതി അംഗീകരിച്ചു. BCCI ഭരണതലപ്പത്ത് അടിമുടി ഉടച്ചു വാർക്കാൻ നിർദ്ദേശിക്കുന്ന റിപ്പോർട്ട് 6 മാസത്തിനകം നടപ്പാക്കണമെന്ന് സുപ്രീം കോടതി വിധിച്ചു. രാഷ്ട്രീയക്കാർ, വ്യവസായികൾ, 70 വയസ്സിന് മുകളിലുള്ളവർ എന്നിവർ ഭരണതലപ്പത്ത് നിന്ന് മാറണമെന്ന നിർദ്ദേശവും സുപ്രീം കോടതി മുന്നോട്ട് വെച്ചു. എന്നാൽ വാതുവയ്പ് രാജ്യത്ത് നിയമവിധേയമാക്കണമെന്ന നിർദ്ദേശത്തിൽ തീരുമാനമെടുക്കാൻ സുപ്രീം കോടതി പാർലമെന്റിനെ ചുമതലപ്പെടുത്തി. BCCIയിലെ അഴിമതി ഭരണം തടയാൻ ജസ്റ്റിസ് RM ലോധ കമ്മിറ്റി നിർദ്ദേശിച്ച റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിനെതിരെ BCCI നൽകിയ ഹർജി തള്ളിയാണ് സുപ്രീം കോടതി വിധി. റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി 6 മാസത്തിനകം നടപ്പാക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ചീഫ് ജസ്റ്റിസ് TS ഠാക്കൂർ, ജസ്റ്റിസ് ഖലീഫുള്ള എന്നിവരുടെ ബെഞ്ചിന്റേതാണ് സുപ്രധാന വിധി. BCCI ഭരണതലപ്പത്തു നിന്ന് മന്ത്രിമാരെ അകറ്റി നിർത്തണം, 70 വയസ്സ് കഴിഞ്ഞവരെ ഭരണസമിതിയിൽ ഉൾപ്പെടുത്തരുതെന്ന ലോധ കമ്മിറ്റി നിർദ്ദേശവും അംഗീകരിച്ച കോടതി പരമാവധി 3 തവണയിൽ കൂടുതൽ ആരും BCCIയിൽ ഭാരവാഹിത്വം വഹിക്കരുതെന്നും വ്യക്തമാക്കി. IPLനായി BCCI പ്രസിഡന്റും സെക്രട്ടറിയും ഉൾപ്പെടെ 9 അംഗ പ്രത്യേക സമിതി രൂപീകരിക്കാനും നിർദ്ദേശിച്ചു. IPL ഗവേണിംഗ് കൗൺസിൽ പുനഃസ്ഥാപിക്കാനും അഴിമതി തടയാൻ CAG അംഗത്തെ കൗൺസിലിൽ ഉൾപ്പെടുത്താനും ഉത്തരവിട്ടു. മഹാരാഷ്ട്രയും ഗുജറാത്തും ഒഴികെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഒരു അസോസിയേഷൻ മാത്രം മതിയെന്ന് കോടതി വ്യക്തമാക്കി. സംസ്ഥാന അസോസിയേഷനുകൾക്ക് BCCIയിൽ ഇനി മുതൽ വോട്ടവകാശമുണ്ടാകും. BCCIയുടെ പ്രവർത്തനം വിവരാവകാശത്തിന്റെ പരിധിയിലാക്കണം, വാതുവയ്പ് രാജ്യത്ത് നിയമവിധേയമാക്കണമെന്ന കാര്യങ്ങളിൽ പാർലമെന്റിന് തീരുമാനം കൈക്കൊള്ളാമെന്നും കോടതി വ്യക്തമാക്കി. ഇന്ത്യൻ കായിക ലോകത്തിന്റെ സുവർണകാലത്തേക്കുള്ള ആദ്യ ചുവടെന്നായിരുന്നു സുപ്രീം കോടതി വിധിക്ക് ശേഷം ജസ്റ്റിസ് RM ലോധ പ്രതികരിച്ചത്. റിപ്പോർട്ടിനെ നഖശിഖാന്തം എതിർത്ത ബോർഡ് അംഗങ്ങളുടെ സ്ഥാനചലനമാണ് ഇനി ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്നത്. സുപ്രീം കോടതിക്ക് മുന്നിൽ നിന്നും മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. 2016 കേരള ധനവിനിയോഗ ബിൽ നിയമസഭ പാസാക്കി. ഇതോടെ ബജറ്റിൽ പ്രഖ്യാപിച്ച പുതിയ നികുതി നിർദ്ദേശങ്ങൾ പ്രാബല്യത്തിലായി.
മുദ്രപത്രം, ഗോതമ്പ് ഉൽപ്പന്നങ്ങൾ, ജങ്ക് ഫുഡ്സ് തുടങ്ങിയവയ്ക്കാണ് അധിക നികുതി നിലവിൽ വരുന്നത്. 2016 കേരള ധനകാര്യ ബില്ലിന്റെ അവതരണത്തിന് ശേഷമാണ് 2016 കേരള ധനവിനിയോഗ ബില്ലിന്റെ അഥവാ ഓട്ടോൺ അക്കൗണ്ടിന്റെ അവതരണവും ചർച്ചയും സഭയിൽ നടന്നത്. ആകെ 8 അംഗങ്ങൾ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. 3 പ്രതിപക്ഷ അംഗങ്ങളും PC ജോർജും ബില്ലിനെ എതിർത്തു. തുടർന്ന് ചർച്ച അവസാനിപ്പിച്ച് ബില്ല് വോട്ടിനിട്ടപ്പോൾ 42-നെതിരെ 84 വോട്ടുകൾക്ക് ബിൽ പാസ്സാവുകയായിരുന്നു. ബിൽ നിയമസഭയിൽ പാസ്സായതോടെ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ബജറ്റിൽ പ്രഖ്യാപിച്ച നികുതി നിർദ്ദേശങ്ങളും പ്രാബല്യത്തിലായി. മുദ്രപത്രങ്ങൾ, വെളിച്ചെണ്ണ, അരി, ഗോതമ്പ് ഉൽപ്പന്നങ്ങൾ, പിസ്സ, സാൻഡ്വിച്ച് തുടങ്ങിയ ജങ്ക് ഫുഡ്സ് എന്നിവയ്ക്ക് വർദ്ധിപ്പിച്ച നികുതി നിലവിൽ വന്നു. പുതുക്കിയ നികുതി പ്രാബല്യത്തിലായതോടെ സിനിമാ ടിക്കറ്റ്, സ്ക്രാപ്പ് ബാറ്ററി എന്നിവയ്ക്ക് വില കുറഞ്ഞു. ഹോട്ടൽ മുറികളുടെ വാടക നിരക്ക് താഴ്ന്നതോടൊപ്പം തെർമോകോൾ ഡിസ്പോസിബിൾ ഉൽപ്പന്നങ്ങൾക്കും വില കുറഞ്ഞു. ചരക്ക് വാഹനങ്ങൾക്കും കോൺട്രാക്ട് കാരേജ് വാഹനങ്ങൾക്കും നികുതി വർദ്ധിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് കഴിഞ്ഞ 5 വർഷത്തിനിടെ 50 ശൈശവ വിവാഹങ്ങൾ നടന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ അറിയിച്ചു. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ വർദ്ധിച്ചതായി അദ്ദേഹം നിയമസഭയിൽ രേഖാമൂലം അറിയിച്ചു. 1862 പേർക്ക് ഈ വർഷം KSRTCയിൽ ജോലി നൽകുമെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രനും പറഞ്ഞു. സംസ്ഥാനത്ത് കഴിഞ്ഞ 5 വർഷത്തിനിടെ 50 ശൈശവ വിവാഹ കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയെ രേഖാമൂലം അറിയിച്ചു. കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്നു. 6835 കേസുകളാണ് ഇത്തരത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തത്. 253 കുട്ടികൾ കൊല ചെയ്യപ്പെട്ടതായും മുഖ്യമന്ത്രി ES ബിജുമോളുടെ ചോദ്യത്തിന് മറുപടിയായി സഭയെ അറിയിച്ചു. ഈ വർഷം KSRTCയിൽ 1562 പേർക്ക് നിയമനം നൽകുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ഇതിൽ 823 കണ്ടക്ടർമാരെയും 255 ഡ്രൈവർമാരെയും 2 വർഷത്തിനകം നിയമിക്കുമെന്നും അടിയന്തര ചോദ്യത്തിന് മറുപടിയായി മന്ത്രി വ്യക്തമാക്കി. നിലവിലുള്ള 823 കണ്ടക്ടർ ഒഴിവുകളിലേക്ക് നിയമന ഉപദേശം നൽകുവാൻ കേരള PSCയോട് ആവശ്യപ്പെട്ടുകൊണ്ട് 28/6/2016 കത്ത് നൽകിയിട്ടുണ്ട്. PSCയിൽ നിന്നും നിയമനോപദേശം ലഭിച്ചാലുടൻ ഇവർക്ക് നിയമനം നൽകാൻ കഴിയുന്നതാണ്. 2 വർഷത്തിനകം സംസ്ഥാനത്തെ ദേശീയപാതാ വികസനം പൂർത്തിയാക്കുമെന്ന് മന്ത്രി G സുധാകരൻ പറഞ്ഞു. സ്ഥലമേറ്റെടുക്കലുമായി ബന്ധപ്പെട്ട എല്ലാ പരാതികളും സത്വരമായി പരിഹരിക്കും. നഷ്ടപരിഹാരം കൃത്യസമയത്ത് തന്നെ നൽകുമെന്നും C ദിവാകരന് മറുപടിയായി മന്ത്രി വ്യക്തമാക്കി. 100 കിലോമീറ്ററിൽ പ്ലാസ്റ്റിക് മിശ്രണം ചെയ്ത ബിറ്റുമിൻ റോഡുകൾ നിർമ്മിക്കുമെന്നും മന്ത്രി സഭയെ അറിയിച്ചു. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ 304 സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ ഉൾപ്പെടെ 551 ഡോക്ടർമാരുടെ ഒഴിവുള്ളതായി ആരോഗ്യമന്ത്രി KK ശൈലജ സഭയെ രേഖാമൂലം അറിയിച്ചു. നിയമസഭയിൽ നിന്നും S ഷീജ. സംസ്ഥാനത്ത് എളുപ്പത്തിൽ കൊലപാതകം നടത്താൻ പരിശീലിപ്പിക്കുന്ന തീവ്രവാദ സംഘടനയാണ് SDPI എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടിയായാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. RSSും SDPIയും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. കുറ്റ്യാടിയിൽ യൂത്ത് ലീഗ് പ്രവർത്തകനായ നസറുദ്ദീന്റെ കൊലപാതകം ഉളവാക്കിയിരിക്കുന്ന ആശങ്കയും ഭയപ്പാടും സഭാ നടപടികൾ നിർത്തി ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കുറ്റ്യാടി MLA പാറക്കൽ അബ്ദുള്ളയാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. നസറുദ്ദീന്റെ കൊലപാതകം ആസൂത്രിതമാണെന്ന് പാറക്കൽ അബ്ദുള്ള പറഞ്ഞു. പോലീസും SDPIയും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് ആരോപിച്ച അദ്ദേഹം സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിക്കണമെന്നും ആവശ്യപ്പെട്ടു. ISലേക്ക് SDPI ആളെ അയക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും പാറക്കൽ അബ്ദുള്ള സൂചിപ്പിച്ചു. അതേസമയം നസറുദ്ദീന്റെ കൊലപാതകത്തിൽ 2 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്നതിന് പോലീസ് ശക്തമായ നടപടി സ്വീകരിച്ചു. സംഭവത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായും മുഖ്യമന്ത്രി നോട്ടീസിന് മറുപടിയായി നിയമസഭയെ അറിയിച്ചു. സംസ്ഥാനത്ത് ആളുകളെ എളുപ്പത്തിൽ കൊല്ലാൻ പരിശീലിപ്പിക്കുന്ന തീവ്രവാദ സംഘമാണ് SDPI എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നസറുദ്ദീന്റെ കൊലപാതകം ആസൂത്രിതമാണോ എന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ചുമതലപ്പെടുത്തുന്ന കാര്യം ആലോചിക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞതിനെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് അനുമതി നിഷേധിക്കുകയായിരുന്നു. അതേസമയം SDPIയും RSSും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്നും തീവ്രവാദ പ്രവർത്തനങ്ങൾ തടയുന്നതിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. കുറ്റ്യാടി പോലുള്ള സംഭവങ്ങളിൽ പോലീസ് നിഷ്ക്രിയമാണെന്ന് ചൂണ്ടിക്കാട്ടി ചർച്ച നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സംസ്ഥാനത്ത് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് അവർ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങളും ഉയരുന്നതായി VP ശശീന്ദ്രൻ്റെ ശ്രദ്ധ ക്ഷണിക്കൽ മറുപടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയെ അറിയിച്ചു. ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ബോധവൽക്കരണം നൽകും. കൂടാതെ അവർക്കായി ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ആവാസ് യാഥാർത്ഥ്യമാക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കി. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്തെ അടച്ചുപൂട്ടിയ സ്കൂളുകൾ ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് നിയമസഭ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കി.
മലാപ്പറമ്പ് പാലാട്ട് AUP സ്കൂൾ, മങ്ങാട്ടുമുറി AM-LP സ്കൂൾ, കിരാലൂർ PM-LP സ്കൂൾ എന്നിവയാണ് ഏറ്റെടുക്കുന്നത്. ഇതിനായുള്ള ഔദ്യോഗിക നടപടിയുടെ ഭാഗമായുള്ള പ്രമേയം വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് അവതരിപ്പിച്ചു. അതേസമയം അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന മറ്റു സ്കൂളുകൾ ഏറ്റെടുക്കില്ലെന്നും അവ ജനകീയ കൂട്ടായ്മയിൽ നിലനിർത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. 2017 മാർച്ചോടെ സംസ്ഥാനത്ത് സമ്പൂർണ്ണ വൈദ്യുതീകരണം നടപ്പാക്കുമെന്ന് വൈദ്യുതി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പ്രസ്താവനയിലൂടെ നിയമസഭയെ അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ സംബന്ധിച്ച PC ജോർജിന്റെ ക്രമപ്രശ്നത്തിനെതിരെ നിയമസഭയിൽ സ്പീക്കറുടെ റൂളിംഗ്. പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്തത് മുഖ്യമന്ത്രിയായിട്ടല്ല എന്നായിരുന്നു PC ജോർജിന്റെ ക്രമപ്രശ്നം. സത്യപ്രതിജ്ഞ ചട്ടപ്രകാരം തന്നെയാണെന്ന് വ്യക്തമാക്കിയ സ്പീക്കർ സഭയുടെ സമയം പാഴാക്കരുതെന്ന് PC ജോർജിന് റൂളിംഗ് നൽകി. പ്രതിജ്ഞ ചെയ്തത് മന്ത്രിയായി മാത്രമാണെന്നും അതിനാൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ അധികാരങ്ങൾ പ്രയോഗിക്കാനാവില്ലെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു നിയമസഭയിൽ PC ജോർജ് ക്രമപ്രശ്നം ഉന്നയിച്ചത്. ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് തന്നെ സത്യപ്രതിജ്ഞയോ ദൃഢപ്രതിജ്ഞയോ ചെയ്യേണ്ടതായിരുന്നു. ഭരണഘടനാ വ്യവസ്ഥയുടെ അന്തഃസത്തയ്ക്ക് വിരുദ്ധമായി ഇതിനെ കാണണം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്നാൽ സഭയ്ക്ക് പുറത്തുള്ള വിഷയത്തിലുള്ള PC ജോർജിന്റെ ക്രമപ്രശ്നം തന്നെ ചട്ടവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി AK ബാലന്റെ മറുപടി. ഭരണഘടനയിൽ മുഖ്യമന്ത്രിയായി തന്നെ സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബഹുമാനപ്പെട്ട PC ജോർജ് പറഞ്ഞതാണ് സത്യമെങ്കിൽ റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് കൊടുത്താൽ VS-ഉം രാജിവെക്കേണ്ടി വരും, ഉമ്മൻചാണ്ടിയും രാജിവെക്കേണ്ടി. ഇവർ രണ്ടുപേരും സത്യപ്രതിജ്ഞ ചെയ്തത് മന്ത്രി എന്നുള്ള നിലയിലാണ്. സാമാന്യ യുക്തിക്ക് നിരക്കാത്ത ന്യായവാദങ്ങൾ ഉന്നയിച്ച് സഭയുടെ സമയം കളയരുതെന്നായിരുന്നു സ്പീക്കർ P ശ്രീരാമകൃഷ്ണന്റെ പ്രതികരണം. തികച്ചും സാങ്കേതികവും സാങ്കല്പികവുമായ കാര്യങ്ങൾ യുക്തിരഹിതമായി വ്യാഖ്യാനിച്ച് സഭയുടെ വിലപ്പെട്ട സമയം പാഴാക്കി കളയുന്നത് ഭൂഷണമാണോ എന്ന് സഭാംഗങ്ങൾ ചിന്തിക്കേണ്ടതാണ്. ശ്രീ PC ജോർജിന്റെ ക്രമപ്രശ്നം നിലനിൽക്കുന്നില്ലെന്ന് ചെയർ റൂൾ ചെയ്യുന്നു. സാങ്കേതികതയുടെ നൂലാമാലകളല്ല, മറിച്ച് സാധാരണക്കാരുടെ ജീവിത ദുരിതങ്ങളാണ് അംഗങ്ങളെ പ്രചോദിപ്പിക്കേണ്ടതെന്നും PC ജോർജിനുള്ള റൂളിംഗിൽ സ്പീക്കർ ഓർമ്മിപ്പിച്ചു. നിയമസഭയിൽ നിന്നും ജിതിൻ ചന്ദ്രൻ. കശ്മീരിലെ സംഘർഷത്തിന് 11ാം ദിവസവും അയവില്ല. പ്രതിഷേധക്കാർ PDP MLA മുഹമ്മദ് ഖലീലിന്റെ വാഹനം ആക്രമിച്ചു. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കശ്മീരിൽ 2000 CRPF ജവാന്മാരെ അധികം കേന്ദ്രം വിന്യസിപ്പിച്ചു. പ്രതിഷേധക്കാരും പോലീസും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ മരണം 42 കഴിഞ്ഞു. അതേസമയം സൈന്യം പെല്ലറ്റ് വെടിയുണ്ടകൾ ഉപയോഗിച്ച് നടത്തിയ പ്രത്യാക്രമണത്തിൽ നിരവധി പേരുടെ കാഴ്ച നഷ്ടമായി. ഹിസ്ബുൾ മുജാഹിദ്ദീൻ ഭീകരൻ ബുർഹാൻ വാനിയെ സൈന്യം വധിച്ചതിനെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട സംഘർഷം കാശ്മീർ താഴ്വരയിൽ തുടരുകയാണ്. സൈന്യത്തിന് നേരെ ആക്രമണം ശക്തമാക്കിയ പ്രതിഷേധക്കാർ ശ്രീനഗറിലേക്ക് പോകുകയായിരുന്ന PDP MLA മുഹമ്മദ് ഖലീലിന്റെ വാഹനത്തിന് നേർക്ക് ആക്രമണം അഴിച്ചുവിട്ടു. പോലീസും പ്രതിഷേധക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ മരണം 42ആയി. താഴ്വരയിൽ കർഫ്യൂ തുടരുകയാണ്. 1500 പോലീസുകാർ ഉൾപ്പെടെ 3500 പേർക്ക് പരിക്കേറ്റു. പ്രതിഷേധക്കാർക്ക് നേരെ സൈന്യം പെല്ലറ്റ് വെടിയുണ്ടകൾ പ്രയോഗിച്ചതിനെ തുടർന്ന് പരിക്കേറ്റവരുടെ സ്ഥിതി ഗുരുതരമായി തുടരുകയാണ്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർക്ക് കാഴ്ച നഷ്ടപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. 3 ദിവസത്തേക്ക് താഴ്വരയിൽ പത്രങ്ങൾ പ്രസിദ്ധീകരിക്കരുതെന്ന് സർക്കാർ ഉത്തരവിട്ടിരുന്നു. ഇതിന് പിന്നാലെ പോലീസ് ഇന്ന് പത്ര ഓഫീസുകളിൽ റെയ്ഡ് നടത്തുകയും ചില പത്രക്കെട്ടുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു. മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങളും പൂർണ്ണമായി വിച്ഛേദിച്ചിരിക്കുകയാണ്. എല്ലാ പാകിസ്ഥാൻ ചാനലുകളും കേബിൾ നെറ്റ്വർക്കിൽ നിന്ന് ഒഴിവാക്കി. ജമ്മു ശ്രീനഗർ ദേശീയ ഹൈവേയും ഭാഗികമായി അടച്ചിട്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. സുനന്ദ പുഷ്കറിന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം പാക് മാധ്യമപ്രവർത്തക മെഹർ തരാറിനെ ചോദ്യം ചെയ്തു. അതീവ രഹസ്യമായിട്ടായിരുന്നു ചോദ്യം ചെയ്യൽ. ശശി തരൂരുമായി സംശയാസ്പദമായ സന്ദേശങ്ങൾ കൈമാറിയെന്നതും വിവാഹം ചെയ്യാൻ പദ്ധതിയിട്ടു എന്നുമുള്ള ആരോപണങ്ങൾ മെഹർ തരാർ നിഷേധിച്ചു. അന്വേഷണവുമായി സഹകരിക്കാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞ ഡിസംബറിലാണ് മെഹർ തരാറിന് അന്വേഷണ സംഘം നോട്ടീസ് അയച്ചത്. ഇതിനെ തുടർന്ന് 2 മാസം മുൻപ് ദില്ലിയിലെത്തിയ മെഹർ തരാറിനെ അതീവ രഹസ്യമായി മധ്യ ദില്ലിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ചാണ് അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ VK യാദവിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ ചോദ്യം ചെയ്യൽ 3 മണിക്കൂർ നീണ്ടുനിന്നു. ശശി തരൂരുമായി നടത്തിയ ഇമെയിൽ ആശയവിനിമയത്തിന്റെ വിശദാംശങ്ങളാണ് പ്രധാനമായും ചോദിച്ചറിഞ്ഞത്. എന്നാൽ ശശി തരൂരുമായി സൗഹൃദം മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും സംശയാസ്പദമായ ഇമെയിൽ സന്ദേശങ്ങൾ കൈമാറിയിട്ടില്ലെന്നും മെഹർ തരാർ വ്യക്തമാക്കി. ശശി തരൂരുമായി വിവാഹത്തിന് പദ്ധതിയിട്ടിരുന്നു എന്ന ആരോപണവും തരാർ നിഷേധിച്ചു. മെഹർ തരാറും ശശി തരൂരും കൈമാറിയ സന്ദേശങ്ങൾ ലഭിക്കാനുള്ള സഹായം ആവശ്യപ്പെട്ട് സുനന്ദ തന്നെ സമീപിച്ചിരുന്നുവെന്ന് മാധ്യമപ്രവർത്തക നളിനി സിംഗ് നേരത്തെ മൊഴി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മെഹർ തരാറിനെ ചോദ്യം ചെയ്തത്. അതേസമയം സുനന്ദയുടെ മരണം തെളിവില്ലാത്ത കേസാക്കി കണക്കാക്കി അന്വേഷണം അവസാനിപ്പിക്കാനാണ് ദില്ലി പോലീസിന്റെ ആലോചന.
2.5 വർഷം കഴിഞ്ഞിട്ടും തെളിവ് ലഭിക്കാത്ത സാഹചര്യത്തിലാണ് അന്വേഷണം അവസാനിപ്പിക്കാൻ ആലോചിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. വരാനിരിക്കുന്ന പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രികയിൽ ചൂലിനൊപ്പം സുവർണക്ഷേത്രത്തിന്റെ ചിത്രവും പതിച്ചതിന് ദില്ലി മുഖ്യമന്ത്രി കെജ്രിവാൾ പ്രായശ്ചിത്തം ചെയ്തു. സുവർണക്ഷേത്രത്തിലെത്തി പാത്രം കഴുകിയാണ് പ്രായശ്ചിത്തം ചെയ്തത്. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയുടെ കവറിൽ ചൂലിനൊപ്പം പഞ്ചാബിലെ സുവർണക്ഷേത്രത്തിന്റെ ചിത്രവും പതിച്ചതിന് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രായശ്ചിത്തം ചെയ്തു. സുവർണക്ഷേത്രത്തിൽ പാത്രം കഴുകിയാണ് കെജ്രിവാൾ താനറിയാതെ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്തത്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിക്കുന്ന പ്രകടന പത്രികയിൽ മുഖചിത്രത്തിൽ ചൂലിനൊപ്പം സുവർണക്ഷേത്രത്തിന്റെ ചിത്രവും പതിച്ചിരുന്നു. എന്നാൽ കെജ്രിവാളിന്റെ ഈ നടപടി സിഖ് മതവികാരം വ്രണപ്പെടുത്തിയെന്നാരോപിച്ച് നൽകിയ പരാതിയിൽ ആം ആദ്മി നേതാവ് ആശിഷ് ഖേദിനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. അറിയാതെ ചെയ്തുപോയ തെറ്റിന് മാപ്പ് ചോദിക്കുന്നതിനു വേണ്ടിയാണ് താൻ ക്ഷേത്രത്തിലെത്തി പാത്രം കഴുകിയതെന്ന് കെജ്രിവാൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ക്ഷേത്ര ദർശനത്തിനു ശേഷം തനിക്ക് മാനസികമായ സംതൃപ്തി അനുഭവപ്പെടുന്നുണ്ടെന്നും അതിൽ ഞാൻ ആശ്വസിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നഴ്സുമാർ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഉപരോധിച്ചു. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അടുത്തയാഴ്ച മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കാനാണ് നഴ്സുമാരുടെ തീരുമാനം. രാത്രി സമയ ജോലി എല്ലാവർക്കും തുല്യമായി വീതിക്കുക, 2ഉം 3ഉം ഷിഫ്റ്റുകളിൽ ജോലിക്കെത്തുന്നവർക്ക് സുരക്ഷിതമായ യാത്രാ സൗകര്യം ഉറപ്പുവരുത്തുക, 3 വർഷമായി ലഭിക്കാനുള്ള യൂണിഫോമും അലവൻസും അടക്കമുള്ള ആനുകൂല്യങ്ങൾ ഉടൻ ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നഴ്സുമാർ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഉപരോധിച്ചത്. കറുത്ത ബാഡ്ജ് ധരിച്ച് വായ് മൂടിക്കെട്ടി രാവിലെ 10 മണിയോടെ ആരംഭിച്ച ധർണ 1.5 മണിക്കൂർ നീണ്ടുനിന്നു. സ്റ്റാഫ് നഴ്സുമാരുടെ കുറവ് കാരണം അധിക ജോലിയാണ് എന്നും സുരക്ഷാ പ്രശ്നങ്ങൾ ഏറെയുണ്ടെന്നും നഴ്സുമാർ പരാതിപ്പെടുന്നു. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് 85 സ്റ്റാഫ് നഴ്സാണ് പെർമനൻറ്റ് സ്റ്റാഫ് ലിസ്റ്റിലുള്ളത്. അതിൽ 5 പേർക്ക് നൈറ്റ് മാറ്റി കൊടുത്തിരിക്കുകയാണ്. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇവർക്ക് നൈറ്റ് ഇടണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രിൻസിപ്പലിനെയും മറ്റ് അധികാരികളെയും ചെന്ന് കാണുകയുണ്ടായി. അപ്പോഴേക്കും ഞങ്ങൾക്കെതിരെയാണ് അവർ ആക്ഷൻ എടുക്കുന്നത്. ഞങ്ങൾ ഓരോ ദിവസങ്ങളിലും ഡബിൾ ഷിഫ്റ്റും ട്രിപ്പിൾ ഷിഫ്റ്റുമാണ് ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിന് നീതി വേണം. അതിന് വേണം ഇവരെ നൈറ്റ് ഇട്ടേ പറ്റൂ. ഇല്ലെങ്കിൽ ഞങ്ങൾ അടുത്ത ദിവസം തൊട്ട് ഞങ്ങൾ കുടുംബപരമായിട്ട് തന്നെ ഇവിടെ വന്ന് കൂട്ടമായിരിക്കും ഇതിന് നീതി കിട്ടുന്നത് വരെ. പ്രിൻസിപ്പലിന് പരാതി നൽകിയിട്ടും നടപടിയുണ്ടാകാത്തതിനാൽ അടുത്ത ആഴ്ച മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കാനാണ് നഴ്സുമാർ തയ്യാറെടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ആറന്മുള വിമാനത്താവളത്തിന് പാരിസ്ഥിതികാനുമതി നേടി KGS ഗ്രൂപ്പ് വീണ്ടും വനം പരിസ്ഥിതി മന്ത്രാലയത്തെ സമീപിച്ചു. കമ്പനിയുടെ പുതിയ അപേക്ഷ വിദഗ്ധ സമിതി ഈ മാസം 29-ന് പരിഗണിക്കും. റൺവേ നിലവിലെ രൂപത്തിൽ നിലനിർത്തണമെന്നും കൈത്തോട് പുനഃസ്ഥാപിക്കാനാകില്ലെന്നും അപേക്ഷയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കർണാടക വികസന വകുപ്പ് മന്ത്രിയും മലയാളിയുമായ KJ ജോർജ് രാജിവെച്ചു. മംഗലാപുരം ഡിവൈഎസ്പി ആയിരുന്ന MK ഗണപതിയുടെ ആത്മഹത്യയിൽ KJ ജോർജിനും മറ്റ് 2 പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരെ കേസെടുക്കാൻ മടിക്കേരി കോടതി ഉത്തരവിട്ടിരുന്നു. ഈ സാഹചര്യത്തെ തുടർന്നാണ് ജോർജ് രാജിവെച്ചത്. തുർക്കിയിൽ വധശിക്ഷ പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിൽ പ്രതിപക്ഷവുമായും ജനങ്ങളുമായും ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് തുർക്കി പ്രസിഡന്റ് എർദോഗൻ. ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള സൈനിക നീക്കം പരാജയപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് എർദോഗന്റെ നിലപാട് വ്യക്തമാക്കിയത്. അതേസമയം സൈനിക അട്ടിമറിയുമായി ബന്ധപ്പെട്ട 6000-ലേറെ പേർ തുർക്കിയിൽ അറസ്റ്റിലായി. കൂടുതൽ പേർ ഉടൻ പിടിയിലാകുമെന്നും നീതിന്യായ വകുപ്പ് മന്ത്രി ബക്കീർ ബുസ്താഖ് മാധ്യമങ്ങളെ അറിയിച്ചു. വ്യത്യസ്ത ഗ്രേഡുകളിലുള്ള 34 സൈനിക ജനറൽമാർ പിടിയിലായവരിലുണ്ട്. രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലുള്ള സൈനിക താവളങ്ങളിൽ നടന്ന റെയ്ഡിലാണ് ഇവർ പിടിക്കപ്പെട്ടത്. മലബാർ സിമന്റ്സ് അഴിമതി കേസ് സത്യസന്ധമായും നീതിയുക്തമായും അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി. വിജിലൻസ് ഡയറക്ടർക്കാണ് കോടതി കർശന നിർദ്ദേശം നൽകിയത്. അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായാൽ പരാതിക്കാരന് കോടതിയെ സമീപിക്കാമെന്നും ജസ്റ്റിസ് കമാൽ പാഷ ഉത്തരവിട്ടു.